അയ്യപ്പേട്ട ഡോക്ടർ KM എബ്രഹാം, പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും വേണ്ട. പക്ഷേ അദ്ദേഹവും വിവരാവകാശ പ്രവർത്തകനായിട്ടുള്ള ജോമോൻ പുത്തമ്പുരയ്ക്കലും തമ്മിലുള്ള ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അത് ജോമോനെ അങ്ങനെ ആരും പ്രത്യേകിച്ച് കേസിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന വ്യവഹാരി അല്ലെങ്കിൽ ഹർജി ഇങ്ങനെ നിരന്തരം പല കേസുകളിലും സമൂഹത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന അത് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ അഭയക്കേസ് മുതൽ എത്രയോ തവണ അത് മാറി മറിഞ്ഞു പോയ ഹൈലി ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന, ഉന്നതങ്ങളിൽ പിടിപാടുണ്ടായിരുന്ന പല കള്ളത്തരങ്ങൾ, പ്രത്യേകിച്ച് അഭയക്കേസ് തന്നെ കൊണ്ടുവന്നൊരു വ്യക്തി എന്ന രീതിയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ പേര് നേടിയ ജോമോൻ പുത്തമ്പുരയ്ക്കൽ KM എബ്രഹാമിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കുന്നത് മുതൽ അവിടെ നിന്നുള്ള വഴിവിട്ട സമ്പാദ്യം മുതൽ പിന്നീട് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ കിഫ്ബിയുടെ ഡയറക്ടറും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആയിരിക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച് ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിന്മേൽ ഹൈക്കോടതിയിലെ ഹർജിയിൽ ആ അന്വേഷണം അങ്ങനെയുള്ള അങ്ങനെ അനധികൃതമായി അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടെന്നും ഏതാണ്ട് എത്ര പേജ് അടങ്ങിയ വിധി പ്രഖ്യാപനം എന്ന് വെച്ചാൽ എത്രയോ പേജ്, അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് പ്രിൻ്റ് എടുത്തിട്ട് തീരുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ CBI അന്വേഷണം പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ആ വിധിയെ മറുത്തുകൊണ്ട് അതിന് സ്റ്റേ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ KM എബ്രഹാം എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ജോമോന് പരിചയമുള്ള ബെഞ്ചിൽ ഈ കേസ് എത്തിക്കുകയും ആ ബെഞ്ച് വഴി ആണ് ഇത്തരത്തിലൊരു ഉത്തരവ് CBI അന്വേഷണത്തിന് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ കോടതി വ്യവഹാരങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ആരോപണം ഇദ്ദേഹത്തെ പോലൊരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ശരിയാണോ എന്ന് മാത്രമേ ജോമോന് ചോദിക്കാനുള്ളൂ. അത് പ്രീതയ്ക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു വിധിയൊന്നും ഒരിക്കലും സമ്പാദിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. അതെ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, സിംഗിൾ ബെഞ്ച്, ഡിവിഷണൽ ബെഞ്ച്, അങ്ങനെ പല അതിൽ ഇനി പറഞ്ഞോളൂ. അതെ, അപ്പോൾ അദ്ദേഹം ഇതുവരെ നടത്തിയ വ്യവഹാരങ്ങളെല്ലാം തന്നെ സാധാരണക്കാരന് വേണ്ടിയിട്ട് കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പല ചർച്ചകളിലും ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള എന്താ പറയാ ഒരു ആത്മവിശ്വാസം, അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ലോറിക്കണക്കിന് തെളിവുകളാണ്, ഞാൻ എത്ര വേണമെങ്കിലും ലോറിക്കണക്കിനുണ്ട്, ഞാൻ കൊണ്ടുവന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഇത് പ്രൂവ് ചെയ്യാൻ ഇദ്ദേഹം KM എബ്രഹാം മറുത്ത് ആരോപിച്ചപ്പോൾ ആ വിധി പ്രഖ്യാപനം സർക്കാർ നടത്തണമെങ്കിൽ ഇത്തരത്തിൽ CBI അന്വേഷണത്തിന് പറയുമ്പോൾ KM എബ്രഹാമിനെ പോലെ ഒരു ബുദ്ധിമാൻ, ബുദ്ധിമാന്റെ പഠിച്ച കള്ളൻ, ഈ പഠിച്ച കള്ളനെ ഒപ്പോസ് ചെയ്യുന്നതിന് KM എബ്രഹാം എന്നെ പരാജയപ്പെടുത്താനായി ജോമോന് എന്തെല്ലാം തരത്തിൽ പേപ്പറുകൾ കൊടുക്കാനുള്ള ബുദ്ധിയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇനി ബാക്കി പറഞ്ഞു. അല്ല, അത്രയും ബുദ്ധിയുള്ള ഒരാളുടെ അടുത്താണ് KM എബ്രഹാമിന്റെ കളി. പക്ഷേ KM എബ്രഹാമിന്റെ കളി മുഴുവനും പിണറായിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്നത്. തീർച്ചയായിട്ടും അതല്ലാതെ KM എബ്രഹാമിന് അത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. KM എബ്രഹാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പിണറായിയുടെ ഒത്താശയുണ്ട്. പിണറായിയുടെ ഒത്താശയുണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ പോലെ ഈ പറയുന്ന ജോമോൻ പുത്തമ്പുരയ്ക്കലിനെ പോലെ നിസ്വാർത്ഥനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് കർമ്മത്തിനൊരു നേരുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തി, ഓരോ വ്യവഹാരവും അത് ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെ കൃത്യമായ ഒരു ഉത്തരവ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ അങ്ങനെ ഉടുക്ക് പൊട്ടി പേടിപ്പിക്കാനായിട്ട് എബ്രഹാമിനും പിണറായിക്കുമൊക്കെ കഴിയൂ? അതായത് പ്രീത ഇപ്പൊ പറഞ്ഞില്ലേ, ഈ KM എബ്രഹാമിനെ സംരക്ഷിച്ച് നിർത്തുന്നത് പിണറായി വിജയൻ ആണ് എന്ന്. ഈ KM എബ്രഹാം എന്നു മുതലാണ് ഈ സർക്കാരിനും പിണറായിക്കും അഭിമതനായത് എന്നുള്ളത് ഈ പറയുന്ന ഒരു പത്രം വായിക്കുന്ന ആർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും സർക്കാരിനെ പഠിക്കുന്നവർക്കും തന്നെയൊക്കെ അറിയാം. അതായത് KM മാണി എന്ന കഴിഞ്ഞ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൽ KM മാണി എന്ന പ്രഗത്ഭനായ ധനകാര്യമന്ത്രിയെ കൊണ്ട് കുഴി ചാടിച്ചതിൽ ഒരു വലിയ പങ്കുള്ള ആളാണ് ഈ KM എബ്രഹാം. അന്ന് KM എബ്രഹാം SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞ ഒരാളാണ്. 72ാം സാക്ഷിയാണ്. അന്ന് 72ാം സാക്ഷിയായിരുന്ന KM എബ്രഹാം എങ്ങനെ പിണറായിക്ക് അഭിമതനായി എന്ന് ചോദിച്ചാൽ, എങ്ങനെ കാര്യങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ മറയിട്ടുകൊണ്ട് കാര്യങ്ങൾ നടത്തി അവർക്ക് ഈ പറയുന്ന പല കച്ചവടങ്ങളെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ശരിക്കും അടച്ചാക്ഷേപമാണെന്ന് തോന്നിയാലും തെറ്റില്ല. കാര്യം പല കാര്യങ്ങൾക്കും കണക്കുകളിൽ കള്ളം കാണിക്കാൻ മിടുക്കനാണ്
എന്ന് ഉള്ളത്. കാര്യം ഫിഗേഴ്സിൽ കള്ളം കാണിച്ചാലേ പറ്റിക്കാൻ കഴിയുള്ളൂ. കടമെടുത്തത്, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ആശമാരുടെ കാര്യത്തിൽ പിന്നെ സർക്കാർ പറയുന്നു കേന്ദ്രം കാശ് കൊടുത്തില്ലെന്ന്. കേന്ദ്രം നൽകുന്ന വ്യക്തമായ കണക്കിൽ പല കാര്യങ്ങളിലും കോടിക്കണക്കിന് രൂപ കൊടുത്തെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണോ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരെ സഹായിക്കുന്ന സ്പെഷ്യൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണോ ഇതിന് ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മന്ത്രിക്ക് കൊടുക്കുന്ന പേപ്പർ എഴുതി കൊടുക്കുന്നത് ഇവരൊക്കെയാണ്. ഇപ്പോൾ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു പഴയ പത്രപ്രവർത്തകയ്ക്ക് ജനങ്ങൾ അറിയാൻ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുമ്പോൾ മീഡിയ തിരിച്ചു ചോദിച്ചാൽ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനം അറിയാനാണല്ലോ മീഡിയ വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫിഗറുകൾ മന്ത്രിമാർക്ക് കൊടുക്കാനും അല്ലെങ്കിൽ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും കള്ളത്തരത്തിൽ പ്രാഗൽഭ്യം തേടിയ ആൾക്കാരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ KM എബ്രഹാമിൻ്റെ കാര്യത്തിലേക്കും ജോമോനിലേക്കും നമ്മൾ തിരിച്ചു വരുമ്പോൾ, അതായത് ജോമോന് പറയാനുള്ളത് 2018 താൻ നൽകിയ ഒരു ഹർജിയിന്മേൽ 7 ജഡ്ജിമാർ വാദം കേട്ട ശേഷമാണ് താൻ നൽകിയ ഹർജി 2018 താൻ ഹർജി കൊടുത്തത് 7 ജഡ്ജിമാർ വാദം കേട്ട കേസാണ്. അങ്ങനെയുള്ള, അതായത് തനിക്ക് അറിയാവുന്ന ജഡ്ജിമാർ എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന KM എബ്രഹാമിനെ പോലുള്ളവർ ഇത്തരത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജുഡീഷ്യറിയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുകയാണ്. അതിനെതിരെയാണ് അയാൾ ഹർജി പോയിരിക്കുന്നത്. തനിക്ക് ജയിക്കാനായി എങ്ങനെയും, അതും വിധി വന്നിരിക്കുന്നത്, സ്റ്റേ വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയുടെ കീഴ്ക്കോടതിയായ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു തെറ്റുണ്ടായി എന്ന് സുപ്രീം കോടതി ഈ സ്റ്റേ പറയുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ അത് വായിച്ചെടുക്കുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, അയാൾ വെച്ചിരിക്കുന്ന വക്കീൽ ഈ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ഈ സുപ്രീം കോടതി ഇരിക്കുന്ന അധികാരപ്പെട്ട ജഡ്ജിക്ക് കണ്ടുപിടിക്കാൻ കഴിയണ്ടല്ലേ? അങ്ങനെ ഒരു ബെഞ്ചിനെ പറയാൻ പറ്റുമോ? അവിടെ തന്നെ തെറ്റില്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട കോടതികളുടെ സകല ബഹുമാനത്തോടെ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ ഇപ്പം ജോമോൻ പറയുന്നത് തൻ്റെ തന്നെ 2018 ഒരു കേസ് 7 ജഡ്ജിമാർ നോക്കിയിട്ടാണ് ജഡ്ജ് അല്ലെങ്കിൽ വിധി എന്ന് പറയുന്ന ഒരു കേസിനെ എങ്ങനെയാണ് സ്വാധീനിച്ചു എന്ന് അതാണ് ആ പറയുന്നത് തന്നെ ഇത്തരത്തിൽ സർക്കാരിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പറയുന്നത്. അതും സുപ്രീം കോടതി പോലൊരു പരമോന്നത കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ തീർച്ചയായും അദ്ദേഹം കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന അന്ന് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ വിജിലൻസ് അന്വേഷണത്തിൽ കൈകടത്തിയ ആളാണ് ഈ പറയുന്ന KM എബ്രഹാം. അദ്ദേഹം ഉദ്യോഗസ്ഥ തലത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ അധികാരവും ഉപയോഗിച്ച് ആ റിപ്പോർട്ട് പൂർത്തിയായ ആളാണ്. എന്നിട്ടാണ് അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് ഈ കേസിന് ഒരു സ്റ്റേ വാങ്ങാൻ ജോമോൻ ഇത്തരത്തിൽ കോടതിയെ ഡിവിഷണൽ ബെഞ്ചിനെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ, ഓരോ ബെഞ്ചിനെയും ഹൈക്കോടതി നിയമിക്കുന്നത്, ഓരോ ജഡ്ജസിനെയും നിയമിക്കുന്നത് അവരെ മെരിറ്റ് നോക്കിയിട്ടില്ലേ? അപ്പോൾ അവരെ മെരിറ്റിനെയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്? അതും ഇതേപോലത്തെ ഒരു ഉദ്യോഗസ്ഥൻ. തീർച്ചയായും ഈ കേസിൽ നമ്മളിപ്പോൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ KM എബ്രഹാമിന് വെറുതെ കാര്യം ഇതിപ്പോൾ ഒരു സ്റ്റേ ഓർഡറാണ് വന്നിട്ടുള്ളൂ. പ്രജിത് ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ നിരവധി തെളിവുകൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരിൽ അദ്ദേഹം കൊല്ലത്ത് കടപ്പാക്കടയിലോ മറ്റോ, എനിക്ക് സ്ഥലപ്പേര് തെറ്റിപ്പോകാൻ ക്ഷമിക്കുക, കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് സമുച്ചയം, അദ്ദേഹത്തിന് വഴുതക്കാടുള്ള ഒരു ഫ്ലാറ്റ് 8 കോടിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കൊല്ലത്തല്ലേ? കൊല്ലത്ത് കടപ്പാക്കടയിൽ 3 കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തെ 1 കോടിയുടെ അപ്പാർട്ട്മെന്റ്, അതെ വഴുതക്കാട്. ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കിയതാ? അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പ്രീത അല്പം മുമ്പ് സംസാരിച്ച പോലെ ജോമോനെ പോലെ ഇത്രയും വലിയൊരു വ്യവഹാരി കോടതിക്ക് മുന്നിൽ ഇതെല്ലാം സമർപ്പിക്കുമ്പോൾ കൃത്യമായ പേപ്പറുകളുമായിട്ടാണ് നീങ്ങിയിരിക്കുന്നത്. സാർ, പ്രിയപ്പെട്ട എബ്രഹാം സാർ, താങ്കൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ജോമോൻ പറയാതെ പറഞ്ഞുകൊണ്ടാണ് സകല വാതിലുകളും അടച്ചുകൊണ്ട്, രക്ഷപ്പെടാനുള്ള സകല പഴുതും അടച്ചുകൊണ്ട് നൽകുമ്പോൾ രക്ഷപ്പെടാനായി ഇത്തരത്തിലുള്ള വർത്തമാനം ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന KM എബ്രഹാം പറഞ്ഞത് തെറ്റ് എന്ന് പറയുമ്പോൾ, തെറ്റ് എന്ന് ഈ പറയുന്ന ജോമോനെ പോലൊരാൾ പറയുമ്പോൾ KM എബ്രഹാം അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുമെന്ന് തന്നെ നമുക്ക് പൊതുസമൂഹത്തിന് കരുതാം.